സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര്. പക്ഷെ പണിക്കൂലി, HUID, ഹോൾസെയിൽ വില എല്ലാം നോക്കണേ. എല്ലാം നോക്കി. ഇനി അഡോറ മതി. അഡോറ ജ്വല്ലേഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി, ഇക്കാണ്ടവാരി റോഡ്, തൃശൂർ, യൂണിറ്റ് ഓഫ് TC കോം. സ്വച്ഛ് സർവേഷൻ 2024 ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ കവാടത്തിൽ പ്രദർശിപ്പിച്ച വേസ്റ്റ് ക്രാഫ്റ്റ് കൗതുകമായി. തല ഉയർത്തി നിൽക്കുന്ന കുട്ടിക്കൊമ്പനും പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തയ്യാറാക്കിയ മയിലും മാനും പൂച്ചയും ജിറാഫുമെല്ലാമാണ് താരങ്ങൾ. ചെറിയ ക്യാനിൽ തീർത്ത ഓട്ടോറിക്ഷയും വേറിട്ട കാഴ്ചയാണ്. ചേലക്കര സ്വദേശിയായ ഷിബുവാണ് ഒഴിവു സമയങ്ങളിൽ തയ്യാറാക്കിയ സൃഷ്ടികൾ നഗരസഭയ്ക്ക് കൈമാറിയത്. ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും ക്യാനുകളും ഉപയോഗിച്ചാണ് ഷിബു മനോഹരമായ ക്രാഫ്റ്റുകൾ തയ്യാറാക്കിയത്. സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് വടക്കാഞ്ചേരി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് നഗരസഭാ സെക്രട്ടറി KK മനോജ് പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങളെ അവയുടെ വൃത്തിയുടെയും ശുചിത്വത്തിൻ്റെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടി രാജ്യവ്യാപകമായി നടക്കുന്ന സർവേയാണ് സ്വച്ഛ് സർവേഷൻ. സ്വച്ഛ് സർവേഷൻ 2024 ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിരവധി തലങ്ങളിലുള്ള സർവേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക ജനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ പ്രാദേശിക സംവിധാനങ്ങളിൽ നിന്ന് എല്ലാം വൃത്തിയുടെയും ശുചിത്വത്തിൻ്റെയും ശീലങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ ഒരു നഗരം കൈമാറുന്നു എന്നത് അളക്കുക എന്നതാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നതാണ് ഈ വർഷത്തെ സ്വച്ഛ് സർവേഷൻ്റെ മുദ്രാവാക്യം. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് വടക്കാഞ്ചേരി നഗരസഭ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭയിലെ പ്രധാന കേന്ദ്രങ്ങളിലും എല്ലാ വാർഡുകളിലും ഗാർഡനുകൾ തയ്യാറാക്കിക്കൊണ്ട്, ഉദ്യാനങ്ങൾ തയ്യാറാക്കിക്കൊണ്ട്, പൊതു ചുമരുകളിൽ, പൊതുമതിലുകളിൽ, അതുപോലെ സ്വയം സന്നദ്ധരായി ജനങ്ങൾ നൽകുന്ന ഇടങ്ങളിൽ വൃത്തിയുടെ സന്ദേശങ്ങൾ എഴുതിക്കൊണ്ടും ചിത്രങ്ങൾ വരച്ചുകൊണ്ടും നമ്മുടെ നഗരസഭ ഈ സ്വച്ഛ് സർവേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ, റീയൂസിൻ്റെ, റിഡ്യൂസിൻ്റെ, റീസൈക്ലിങ്ങിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നതിന് വേണ്ടി അവർക്കിടയിൽ വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളാണ് നടത്തുന്നത്. ഈ കാര്യങ്ങളിൽ ആകർഷണമായിട്ട് ഒരു വ്യക്തി, അദ്ദേഹം മാലിന്യങ്ങളിൽ നിന്ന് വേസ്റ്റ് ആയി നമ്മൾ വലിച്ചെറിയേണ്ടിയിരുന്ന അല്ലെങ്കിൽ വേസ്റ്റായിട്ട് നമ്മൾ കരുതേണ്ടിയിരുന്ന വസ്തുക്കളിൽ നിന്ന് തയ്യാറാക്കിയ കലാമൂല്യമുള്ള സൃഷ്ടികൾ അദ്ദേഹം നഗരസഭയ്ക്ക് നൽകുകയുണ്ടായി. ശ്രീ ഷിബു ചേലക്കര എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒഴിവു സമയങ്ങളിൽ ഇത്തരം സൃഷ്ടികൾ തയ്യാറാക്കി അത് നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ളത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നഗരസഭയെ സംബന്ധിച്ച് ഇനിയും പൊതുജനങ്ങളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. വടക്കാഞ്ചേരിയിലെ മുഴുവൻ ജനസമൂഹവും റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ എന്ന മുദ്രാവാക്യവുമായി ഈ വർഷം രാജ്യത്ത് നടക്കാനിരിക്കുന്ന സ്വച്ഛ് സർവേഷൻ 2024 ഒപ്പം നഗരസഭയ്ക്കൊപ്പം സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നഗരസഭയുടെ വിവിധയിടങ്ങളിൽ സ്നേഹാരാമം ഒരുക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വിവിധങ്ങളായ പദ്ധതികളിലൂടെ നഗരസഭയെ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരസഭയായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപയോഗശൂന്യമായ വസ്തുക്കളെ മനോഹരവും വ്യത്യസ്തവുമാക്കി മാറ്റുക എന്ന അവബോധം ജനങ്ങളിൽ ഉളവാക്കുവാൻ ഇത്തരം പദ്ധതിയിലൂടെ കഴിയും. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.